section is subjected to two equal and opposite pull, as a result of which body tends to increase its length. അത് കാരണം ബോഡിയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ റിവിഷൻ ആണ് ഇന്ന് വീഡിയോസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതെല്ലാം സെക്കൻഡ് ഗ്രേഡ് ഫസ്റ്റ് ഗ്രേഡ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ ടേം യൂസ് ഫോർ മാക്സിമം സ്ട്രെസ് അറ്റൈൻഡ് ബൈ എ മെറ്റീരിയൽ ബിഫോർ റപ്ചർ? റപ്ചറിന് മുന്നേ ഒരു മെറ്റീരിയലിന് എത്താൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് ഏതാണ്? വർക്കിംഗ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ്. അപ്പൊ നമുക്ക് നമ്മുടെ ടെൻഷൻ ടെസ്റ്റ് ഓൺ മൈൽഡ് സ്റ്റീൽ പ്രകാരം നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ട്. അപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. പിന്നെ നമുക്ക് ഇൻക്ലൈൻഡ്, പിന്നെ അപ്പർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്, ഈൽഡ് ബാച്ച്, ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു മാക്സിമം സ്ട്രെസ് ഉണ്ട്. മാക്സിമം സ്ട്രെസ് അറ്റൈൻ ബിഫോർ റപ്ചർ. റപ്ചറിന് മുന്നേ മാക്സിമം എത്തുന്ന സ്ട്രെസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ ഏറ്റവും വലിയ സ്ട്രെസ് ആയിട്ട് അറിയപ്പെടുന്ന സ്ട്രെസ് ഏതാണ്? അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. സോ സിഗ്മ അൾട്ടിമേറ്റ് ആണ് നമ്മുടെ മാക്സിമം സ്ട്രെസ് അറ്റൈൻ ബൈ എ മെറ്റീരിയൽ ബിഫോർ റപ്ചർ ആയിട്ട് പറയപ്പെടുന്ന. കംപ്രസീവ് സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ് രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ്, വർക്കിംഗ് സ്ട്രെസ്സും അല്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, അൾട്ടിമേറ്റ് സ്ട്രെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെക്കാനിക്കൽ പ്രോപ്പർട്ടി? ഇനി പറയുന്നതിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണ്? മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇലാസ്റ്റിസിറ്റി, നൺ ഓഫ് ദീസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, മാലിബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്, ഇലാസ്റ്റിസിറ്റി ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പൊ നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഇതെല്ലാം, ഈ ABC എല്ലാം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. സോ ആൻസർ വിൽ ബി നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോ പ്രോപ്പർട്ടീസ് നോക്കാം. ആദ്യമായിട്ട് മാലിബിലിറ്റി ആണ്. മാലിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മെറ്റീരിയലിൽ തിൻ ഷീറ്റ്സ് ആയിട്ട് അടിച്ചു പരത്തി, അതായത് നമുക്ക് ഇരിക്കുന്ന ഒരു മെറ്റലിലെ ഇഫ് യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ തിൻ ഷീറ്റ്സ്, ഇങ്ങനെ തിൻ ഷീറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമ്മൾ മാലിബിൾ മെറ്റീരിയൽസ് എന്ന് പറയും. ഓക്കെ, അടുത്ത രണ്ടാമത്തെയാണ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന മെറ്റീരിയൽ നമുക്ക് തിൻ വയേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ മാറ്റി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ ഡക്റ്റിലിറ്റി എന്നും ആ മെറ്റീരിയൽസിനെ ഡക്റ്റൈൽ മെറ്റീരിയൽസ് എന്നും പറയും. ഓക്കെ, മൂന്നാമത്തെയാണ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലിനെ ഞാൻ ഫോഴ്സ് കൊടുത്ത് വലിച്ചു നീട്ടുന്നു. വലിച്ചു നീട്ടിയതിനു ശേഷം ഞാൻ ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിന് വീണ്ടും അതിന്റെ പഴയ ഫോമിൽ എത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്നും അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് മെറ്റീരിയൽസ്. സോ നമുക്ക് മാലിബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്, ഇലാസ്റ്റിസിറ്റി ഉണ്ട്. മൂന്നും എന്ത് തന്നെയാണ്? മെറ്റീരിയലിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് തന്നെയാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ. Next question, if a number of coplanar forces acting simultaneously on a particle, the algebraic sum of moment of all forces about any point is equal to the moment of the resultant force about that point. Which of the principle does the statement describe? അതായത് നമുക്ക് ഒരു നമ്പർ ഓഫ് ഫോഴ്സസ് ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ algebraic sum of moment of all the forces about any point, ഏതെങ്കിലും ഒരു പോയിന്റിന്റെ algebraic sum of moment is equal to ഈ ഫോഴ്സുകളുടെ റിസൾട്ടന്റ് മൊമെന്റ് അബൌട്ട് ദാറ്റ് പോയിന്റിന് ഈക്വൽ ആയിരിക്കും. ഇറ്റ്സ് ഈക്വൽ ടു ദ സം ഓഫ്, അതായത് ഇപ്പം F1 F2 രണ്ട് ഫോഴ്സസ് ഉണ്ടെങ്കിൽ F1 ഇൻറ്റു ഡിസ്റ്റൻസ് D1 പ്ലസ് F2 ഇൻറ്റു D2 ആയിരിക്കും റിസൾട്ടന്റ് ഇൻറ്റു D എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹുക്സ് ലോ. ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയലിനകത്ത് ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതിനെയാണ് അപ് ടു എവിടെയാണ്? അപ് ടു ആണെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷണൽ ലിമിറ്റ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റും ആണ്. അതിനാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. ലാമീസ് തിയറം എന്താണ്? 3 കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ് നമുക്ക് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലാമീസ് തിയറത്തിന് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രിൻസിപ്പിൾ ഓഫ് റെസൊല്യൂഷൻ ഉണ്ട്, വാരിഗ്നൻസ് പ്രിൻസിപ്പിൾ ഉണ്ട്. റെസൊല്യൂഷൻ അല്ല, നമുക്ക് വാരിഗ്നൻസ് പ്രിൻസിപ്പിൾ ആണ് മൊമെന്റിനെ കുറിച്ച് പറയുന്നത്. സോ വാരിഗ്നൻസ് പ്രിൻസിപ്പിൾ ആണ് ആൻസർ, ഓപ്ഷൻ ഡി, വാരിഗ്നൻസ് പ്രിൻസിപ്പിൾ. Okay, but if number of coplanar forces act simultaneously on a particle, the algebraic sum of moment of all forces about any point is equal to the moment of the resultant force about the same point. Property of certain material of returning back to the original position after removing the external force is called as. അതായത് നമ്മൾ പറഞ്ഞു, എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിന് അതിന്റെ പഴയ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഇനി നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഡീഫോം ആവുകയും ആ മെറ്റീരിയലിന് പഴയ ഫോമിലേക്ക് എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ പെർമനന്റ്ലി ഡീഫോമേഷൻ സംഭവിക്കുന്ന മെറ്റീരിയൽസിനെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്നും അത്തരത്തിലുള്ള പ്രോപ്പർട്ടി നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്നും വിളിക്കും. ഓക്കെ, ഡക്റ്റിലിറ്റി മാലിബിലിറ്റി ഓൾറെഡി എക്സ്പ്ലെയിൻ ആണ്. The centroid of a semicircle ആണ്, lies at a distance dash from its base along the vertical radius. Vertical radiusൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമ്മുടെ സെമി സർക്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്? എത്ര ഡിസ്റ്റൻസ് മാറിയാണ്? 4r/3π ആണ്. 3r/8 എന്തിന്റെയാണ്? ഹെമിസ്ഫിയർ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാമീസ് തിയറം ഇസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, 3 കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ്. കോപ്ലനാർ ആൻഡ് കൺകറന്റ് ഫോഴ്സ് ആണ് കറക്റ്റ് ആൻസർ. സപ്പോസ് 3
ഫോഴ്സസ് ഉണ്ട്, പി ക്യൂ ആർ, ആൽഫ ബീറ്റ ഗാമ. ഓക്കെ, അപ്പൊ നമുക്ക് പി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ്, ആറും ക്യൂ ആണ് അതർ ടു ഫോഴ്സസ്, അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആൽഫ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ, ഇത് ഞാൻ ബീറ്റ ആക്കുവാണ്, ഇത് ബീറ്റ എഴുതണം, ഇത് ഗാമയിലാണ്, ക്യൂ ഡിവൈഡഡ് ബൈ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു ഫോഴ്സസ്, അതാണ് ബീറ്റ, സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഗാമ. സോ ഇതാണ് നമ്മുടെ എന്ത്, ദിസ് ഇസ് ലാമീസ് തിയറം, ഇതാണ് ലാമീസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലാമീസ് തിയറം. ലാമീസ് തിയറം 3 ഫോഴ്സസ് ഉണ്ടാവണം, അത് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് ആയിരിക്കും. സോ ആൻസർ is ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when a section is subjected to two equal and opposite pull, രണ്ട് equal and opposite pull, as a result of which body tends to increase its length, അത് കാരണം ബോഡിയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ the stress induced is called, ലെങ്ത് കൂടുവാണെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് ആണ്. ഇനി അതല്ലാതെ ഈ പുള്ള് മാറ്റി പുഷ് ആണെന്ന് വിചാരിക്കുക, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുഷ് ആണ്, ആൻഡ് ഇറ്റ് ടെൻസ് ടു ഡിക്രീസ് ദ ലെങ്ത് ഓഫ് ബോഡി, അങ്ങനെയാണെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് ആണ്. തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം, ടെമ്പറേച്ചർ ചേഞ്ച് കാരണം മെറ്റീരിയൽ ഉണ്ടാകുന്ന സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ അതേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന, അലോങ് ദ പ്ലെയിൻ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ് ഷിയർ സ്ട്രെസ്. വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഇസ് എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ്, കോണ് അതിന്റെ ബേസിൽ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇക്വിലിബ്രിയം എന്താണ്, അൺസ്റ്റേബിൾ, ന്യൂട്രൽ, സ്റ്റേബിൾ, ബോത്ത് എ ആൻഡ് ബി. സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, താഴെ വീഴത്തില്ല. Then what is the ratio of limiting friction to normal reaction? Limiting friction to normal reaction. Frictional force is equal to mu into reaction. Therefore, frictional force by normal reaction എന്ന് പറഞ്ഞാൽ mu ആണ്, അഥവാ coefficient of friction. Option B ആണ്. Okay, ഇനി angle of friction എന്താണ്? അവിടെ സർഫസ് ആണ്, സർഫസിൽ ഒരു ബോഡി ഇരിക്കുന്നു, ഞാൻ പി ഫോഴ്സ് കൊടുത്ത് അതിനെ മൂവ് ചെയ്യിക്കുന്നു, എഫ് ആണ് അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ്, വെയിറ്റ് താഴെ കൊണ്ട് നോർമൽ റിയാക്ഷൻ മുകളിലോട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോർമൽ റിയാക്ഷന്റെയും ഫോഴ്സിന്റെയും ഇടയിലുള്ള ആംഗിൾ, അതായത് ഇതിന്റെ റിസൾട്ടന്റ് ആണ് ഇത്, ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും നോർമൽ റിയാക്ഷന്റെയും ഇടയിലുള്ള റിസൾട്ടന്റ് ആണ് ഇത്. ഈ റിസൾട്ടന്റ് ആറും ഫ്രിക്ഷണൽ ഫോഴ്സും നോർമൽ റിയാക്ഷന്റെയും ഇടയിലുള്ള ആംഗിളിനെയാണ്, അതായത് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും നോർമൽ റിയാക്ഷന്റെയും റിസൾട്ടന്റും നോർമൽ റിയാക്ഷന്റെയും ഇടയിലുള്ള ആംഗിളിനെയാണ് ടാൻ തീറ്റ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഡൈനാമിക് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ, ഡൈനാമിക് മൂവ്മെന്റിലുള്ള ലോസ് ഓഫ് ഫ്രിക്ഷൻ കുറച്ച് ലോസ് ഉണ്ട്. Which of the following statement are correct? Limiting friction is equal to sliding friction. What are the incorrect statement? Rolling friction is more than sliding friction. Force of friction does not depend upon the area of contact. Sliding friction always less than limiting friction. This is incorrect statement. Limiting friction, sliding friction equal alla. Then rolling friction is more than sliding friction. Rolling friction, sliding friction greater than പറയാൻ പറ്റത്തില്ല. Force of friction does not depend upon the area of contact. Correct ആണ്. Sliding friction is always less than limiting friction. അത് നമുക്ക് കറക്റ്റ് ആണ്. സോ തെറ്റായിട്ടുള്ള എന്താണ്, ബോത്ത് 1 and 2 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എപ്പോഴും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് മാക്സിമം വാല്യൂ ഫ്രിക്ഷൻ ഫോഴ്സ്, അതിനേക്കാളും കുറവായിരിക്കും എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെക്കാനിക്സിന്റെ ക്വസ്റ്റ്യൻസ്. സോ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ജൂൺ 30 ആണ് നമ്മുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻ മറക്കണ്ട. നമ്മുടെ മാരത്തോൺ സീരീസ് നമ്മുടെ എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള കുറച്ച് ദിവസങ്ങൾ, അതായത് ലാസ്റ്റ് ഡേ ഒഴിച്ച് ബാക്കിയുള്ള മുന്നേ ദിവസങ്ങളിലുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ താഴെയുള്ള കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം മാരത്തോൺ സെഷന്റെ കാര്യങ്ങളും ഒക്കെ. അപ്പൊ ജൂൺ 30 എക്സാമിന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം.